നമസ്കാരം. ദേശേ ദേശേ കളത്രാണി ദേശേ ദേശേ ച ബാന്ധവാഹ തം തു ദേശം ന പശ്യാമി ഭ്രാതാ എത്ര സഹോദരഃ. വാൽമീകി രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. രാമനാണ് ഈ വാക്കുകൾ പറയുന്നത്. ഇതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കടന്നാൽ, നാടുതോറും കളത്രാണി ഭാര്യമാരുണ്ടാകാം, നാടുതോറും ബന്ധുക്കളുണ്ടാകാം, എത്ര ഭ്രാതാ സഹോദര, ഭ്രാതാവ് സഹോദരനായ ദേശം ഞാൻ കാണുന്നില്ല എന്നാണ് അദ്ദേഹം ഉപസംഹരിക്കുന്നത് ഈ ശ്ലോകം. ഭ്രാതാക്കളുണ്ട്, പക്ഷേ ഭ്രാതാവ് സഹോദരനായ ദേശം ഞാനെങ്ങും കാണുന്നില്ല. ഇവിടെ ലക്ഷ്മണനെ കുറിച്ചാണ് രാമൻ പറയുന്നത്. ഈ രാമനും ലക്ഷ്മണനും നമുക്കറിയാം, അവർ ഒരേ പിതാവിൽ വിവിധ മാതാക്കളിൽ ജനിച്ചവരാണ്. പക്ഷേ തൻ്റെ പെരുമാറ്റം കൊണ്ട് ലക്ഷ്മണൻ സഹോദരൻ എന്ന പദവിയിലേക്ക് ഉയർന്നു, ഭ്രാതാവാണെങ്കിലും. ഇന്ന് ഭ്രാതാക്കളുണ്ട്, പക്ഷേ അവർ സഹോദരന്മാർ എന്ന പദവിയിലേക്ക് ഉയരുന്നുണ്ടോ? അതാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം പറയേണ്ടി വരിക. പല ഭ്രാതാക്കളും ഭ്രാതാക്കളായി തന്നെ അവശേഷിക്കുകയാണ്. ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ കഥയിലും ഒരു സഹോദരനുണ്ട്, സഹോദര ഭാവം ഉൾക്കൊള്ളാത്ത ഒരു സഹോദരൻ. നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥ എന്ന ഈശോ പറഞ്ഞ കഥകളുടെ കഥ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ആ അന്യാപദേശ കഥയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തു വരുന്നത്. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പി സി ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ രാജേഷ് എന്ന 10ാം തരം വിദ്യാർത്ഥി എത്തിയിട്ടുണ്ട്. അതുല്യയെയും ഹാർദമായി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇപ്രാവശ്യവും നമ്മൾ പതിവ് തെറ്റിച്ചില്ല. ഒരു നുറുങ്ങ ഒരു ശ്ലോകരൂപത്തിലാണ് പറഞ്ഞത്. വാൽമീകി രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു പദ്യമാണിത്. ഇന്നത്തെ ഒരു സാഹചര്യം കൂടിയാണിത്. ഭ്രാതാക്കളുണ്ട്, അവർ സഹോദരന്മാരായി ഉയരുന്നില്ല എന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന കഥയിലും ഒരു സഹോദരനുണ്ട്. നമ്മൾ പിതൃത്വത്തെക്കുറിച്ച് പറഞ്ഞു, പിതാവ് എങ്ങനെയാണ് മകനോട് പെരുമാറിയത്. അപ്പോൾ ഇനി ഭ്രാതാവ്, സഹോദരൻ എങ്ങനെയാണ് തൻ്റെ സഹോദരനോട് പെരുമാറുന്നത്? കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ മൂത്തവൻ എങ്ങനെ ഇളയവനോട് പെരുമാറുന്നു, എങ്ങനെ പെരുമാറിക്കൂടയോ അങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്. നമ്മളിതിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ദുർവ്യയിന സുതസ്യ കഥ എന്ന ദേവസ്യ സാറ് ശീർഷകം നൽകിയ ആ സർഗത്തിലെ 27ാമത്തെ പദ്യത്തിൽ മൂത്തപുത്രൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ അയാൾ പണി കഴിഞ്ഞാണ് വരുന്നത്. ഈ വീട്ടിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഒരു കോലാഹലം കേൾക്കുന്നു, ഒരു ബഹളം കേൾക്കുന്നു. എന്താണ് ഇതെന്ന് അയാൾ തൻ്റെ
സേവകനോട്, ആ വീട്ടിലെ സേവകനോട്, തൻ്റെ വീട്ടിലെ സേവകനോട് അന്വേഷിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ആ ശ്ലോകം ആലപിച്ചു കേൾക്കാം. അതുല്യ നമുക്കായിട്ട് ആ ശ്ലോകം ആലപിച്ചു തരും. ജ്യായാം സ്തത എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. ജ്യായാം സ്തതാ ക്ഷേത്രഭുവ പ്രദോഷേ ഗൃഹാന്തികം പ്രാപ്യ നിവൃത്തകർമാ ശ്രുത്വാ ഗൃഹേ വാദ്യനിനാദമേഷ കിമർത്ഥമിത്യാഹ സഭൃത്യമേകം. അച്ഛാ, ഇതൊന്ന് വിശദീകരിച്ചേക്കാം. തഥാ അപ്പോൾ പ്രദോഷേ, പ്രദോഷ പദത്തിന് ഈ ദോഷം എന്നർത്ഥത്തിന് പുറമെ സന്ധ്യാസമയം എന്നർത്ഥമുണ്ടല്ലോ. അപ്പോൾ പ്രദോഷേ, സന്ധ്യാകാലത്ത്. ജ്യായാൻ എന്ന വാക്കാണ് ഇവിടെ ജ്യേഷ്ഠനെ കുറിക്കുന്ന വാക്ക്. കനിയാൻ എന്ന വാക്ക് ഇളയവനെയും കുറിക്കുമല്ലോ. അപ്പോൾ ജ്യായാൻ ജ്യേഷ്ഠൻ. ക്ഷേത്രഭുവ നിവൃത്തകർമ്മ, വയലിൽ നിന്ന് പണി കഴിഞ്ഞ് ഗൃഹാന്തികം പ്രാപിയ, വീട്ടിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഒരു ശബ്ദകോലാഹലം കേൾക്കുന്നു വീട്ടിൽ നിന്ന്. അതിനെക്കുറിച്ച് പറയുന്നു. ഗൃഹേ വാദ്യ നിനാദം ശ്രുത്വ, വാദ്യഘോഷമാണ് വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ ഒരു സംശയം, ഇതെന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു അത്രേ. ഏഷഃ കിമർത്ഥം ഇതി സഹ ഏകം ഭൃത്യം ആഹ, ഇതെന്തിനാണ് എന്ന് അയാൾ ഒരു ഭൃത്യനോട്, തൻ്റെ വീട്ടിലെ ഒരു ഭൃത്യനോട് അയാൾ കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് സേവകൻ പറയുന്നു, അങ്ങയുടെ അനിയൻ, അങ്ങയുടെ ഇളയവൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ പിതാവ് ആഘോഷിക്കുകയാണ് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാമെച്ച. പ്രത്യാഗതസ്ത്വത്സഹജ കനീയാൻ എന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകം, അതും നമുക്ക് അതുല്യ ആലപിച്ചു തരും. പ്രത്യാഗതസ്ത്വത് സഹജ കനീയാൻ യഹ സ്വേച്ഛയാ പൂർവമിതഃ പ്രതസ്തേ തം സ്വസ്ഥലബ്ധം പ്രതിഹൃഷ്ടചേതാ ഗോവത്സകം മാരയതി സ്മ താതഃ. അച്ഛാ, ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ആ ഭൃത്യൻ പറയുകയാണ്, സേവകൻ പറയുകയാണ്, പൂർവം പണ്ട് ഇതഹ ഇവിടെ നിന്ന് യഹ ഏതൊരുവൻ സ്വേച്ഛയാ പ്രതസ്ഥേ തൻ്റെ ഇഷ്ടപ്രകാരം പോയോ സഹാത്വത് കനിയാൻ അങ്ങനെയുള്ള അങ്ങയുടെ അനിയൻ ഇളയ സഹോദരൻ പ്രത്യാഗത തിരികെ വന്നിട്ടുണ്ട്. സ്വസ്ഥലബ്ധം തം പ്രതി, അപ്പോൾ സ്വസ്ഥനായിട്ടാണല്ലോ എത്തിയത്. അങ്ങനെ സ്വസ്ഥനായി എത്തിയ അയാളെ ചൊല്ലി ഹൃഷ്ടചേതാ സന്തുഷ്ടചിത്തനായ അങ്ങയുടെ താതഹ പിതാവ് ഗോവത്സകം മാരയതി സ്മ, ഒരു കാളക്കുട്ടിയെ കൊല്ലിച്ചു. അതാണ് ചൂണ്ടിക്കാട്ടുന്നത് സേവകൻ. അത് കേട്ടപ്പോൾ ജ്യേഷ്ഠന് മൂത്തവന് കോപം സഹിക്കാനായില്ല. കോപത്തോടു കൂടിയാണ് പിന്നെ അയാൾ സംസാരിക്കുന്നത്. അതാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ ദേവസ്യ സാറ് വിവരിക്കുന്നത്. ശ്രുത്വാ തദുക്തിം നിതരാം കുപ്പിത്വ എന്നടുത്ത ശ്ലോകത്തിലേക്ക്. അതുകൂടി നമുക്ക് അതുല്യ നമുക്കായി ആലപിച്ചു തരും. ശ്രുത്വാ തദുക്തിം നിതരാം കുപിത്വാ നൈച്ഛത് പ്രവേഷ്ടും സ്വഗൃഹം ഷഠാത്മാ പിതാ തദാഗത്യ ബഹിസ്തനൂജം പ്രാസാദയത് സാന്ത്വന ഭാഷിതേന. ചൈതം കൂടി ഇന്ന് വിശദീകരിച്ചേക്കാം. തദുക്തിം ശ്രുത്വ, ആ വാക്കുകൾ കേട്ടപ്പോൾ നിതരാം കുപിത്വ, അങ്ങേയറ്റം കോപിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സഹ ഷഠാത്മ എന്നാണ് ദേവസ്യ സാറ് അയാളെ വിളിക്കുന്നത്. അങ്ങനെയാണോ ബൈബിളിൽ ഷഠാത്മ എന്നൊക്കെ വിളിയൊക്കെ ഉണ്ട്? ദുശ്ശാഠ്യക്കാരൻ എന്നൊക്കെ വിളിയുണ്ടോ? അങ്ങനെയില്ല. അത് പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഷഠാത്മ, അപ്പോഴേക്കും ഒരു ദുശ്ശാഠ്യക്കാരനായി തീർന്ന ആ ജ്യേഷ്ഠൻ ഗൃഹം പ്രവേഷ്ടും നയിച്ചത്, വീട്ടിൽ കയറാൻ കൂട്ടാക്കിയില്ല. പിന്നെയോ തഥാ, അപ്പോൾ പിതാവ്, അവിടെയും പിതാവാണ്, അവിടെയും പിതൃത്വം അവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തഥാ പിതാ ബഹിഹി അകത്യ, പിതാവ് സ്വയം പുറത്തേക്ക് വന്ന് തനൂജം സാന്ത്വന ഭാഷിതേന പ്രാസാദയത് എന്ന്, പ്രാസാദയത് എന്നാണ് പറയുന്നത്. അതായത് അനുരഞ്ജിപ്പിച്ചു, അനുനയിപ്പിക്കുകയാണ് പിതാവ് ഈ ജ്യേഷ്ഠപുത്രനെ. അപ്പോൾ സാന്ത്വന ഭാഷിതേന, സാന്ത്വന വാക്കുകളാൽ മകനെ പ്രസാദിപ്പിക്കുവാൻ തുടങ്ങി, അതായത് അനുനയിപ്പിക്കുവാൻ തുടങ്ങിയെന്ന്. ഇവിടെ വെച്ചാൽ നമുക്ക് ചില സംഗതികൾ നമുക്ക് പറയണമല്ലോ. അതായത് ഇവിടെ ജ്യേഷ്ഠപുത്രൻ അയാൾ പിതാവിനെ അനുസരിച്ചാണ് ഇത്രയും കാലം ജീവിച്ചത്. അങ്ങനെയാണ് ഇനിയും അയാൾ ജീവിക്കുക. അയാൾ അന്തിയോളം പണിയെടുക്കുന്നവനാണ്. അത് ദേവസ്യ സാറ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബൈബിളിലും അങ്ങനെ തന്നെയാവുമല്ലോ. അയാൾ അന്തിയോളം പണിയെടുത്ത്
ഈ വയലിൽ നിന്നാണ് അയാൾ തിരിച്ചു വരുന്നത്. അത് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മനിരതനാണ്. തുടർന്ന് പറയും, ഞാൻ പിതാവ് പറഞ്ഞ എല്ലാ സംഗതികളും ഞാൻ അക്ഷരം പ്രതി അനുസരിക്കുന്നവനാണല്ലോ, ഒന്നും ലംഘിക്കാത്തയാളാണ്. പിതാവിൻ്റെ നിർദ്ദേശം, ആദേശം, ആജ്ഞകളൊക്കെ തന്നെ അത് ലംഘിക്കാതെ അത് പാലിക്കുന്നയാളാണ്. ഒട്ടേറെ നല്ല നല്ല ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണ് ജ്യേഷ്ഠപുത്രൻ, അല്ലാതെ ഒരു ചീത്ത മനുഷ്യനല്ല. അയാൾ പിതാവിനോട് സ്വത്തിൻ്റെ ഓഹരി ആവശ്യപ്പെട്ടില്ല. അയാൾ പിതാവിനെ തഴഞ്ഞുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായില്ല. അയാൾക്ക് ഈ വേശ്യകളുമായി അയാൾ ബന്ധം പുലർത്തിയില്ല. ഇതൊന്നുമില്ല. അയാൾ ഒരു സദ്ഗുണ സമ്പന്നനാണ്. പിന്നെ എന്ത് അഭാവമാണ്, എന്ത് കുറവാണ് നമുക്ക് ഇയാളിൽ ദർശിക്കുവാൻ സാധിക്കുക? അത് നമുക്ക് മനസ്സിലാവുക പിതാവിൻ്റെ സംസാരത്തിൽ നിന്നാണ്. അതുകൂടി നമുക്ക് നോക്കാം. പിതാവ് എന്തോ സംസാരിക്കാനായിട്ട് നോക്കിയപ്പോൾ തടഞ്ഞുകൊണ്ട് അയാൾ പിതാവിനോട് പറയുന്ന ഒരു ശ്ലോകം കൂടിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. അയാൾ കോപിച്ചാണല്ലോ വരുന്നത്. ആ കോപത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ അയാളുടെ സംസാരത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ പോകുന്നത്. അതുകൂടി നമുക്ക് അതുല്യ ആലപിച്ചു തരും. സപ്രത്യവാദി തവ പാദസേവാ മേതാനി വർഷാണി കരോമി താത ന ചൈവ ലംഘേ സ്മത്കഥാപ്യനുജ്ഞാം സദാ കുലോത്കർഷ ചികീർഷുരാസം. അത്തരം സംഭാഷണം ബൈബിളിലുണ്ടോ? അതായത് അയാൾ സ്വയം തന്നെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്രയും കാലമായി ഞാൻ അങ്ങയെ സേവിച്ചു പോകുന്നുവല്ലോ, അങ്ങയുടെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ലല്ലോ, കുടുംബത്തിൻ്റെ ഐശ്വര്യം മാത്രമാണല്ലോ ഞാൻ ലക്ഷ്യം വെച്ചത് എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. അവിടെ അയാൾ ഒന്നുകൂടി തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. തഥാപി എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. തഥാപി മിത്രൈരശനോത്സവം മേ കർത്തും ന ഗോവത്സമദാത് ഭവാൻ മേ വേശ്യാഭിരർത്ഥം തവ ജഗ്രസേയോ ഗോവത്സകം ദ്രാഗവധി തദർത്ഥം. ഇതൊന്ന് വിശദമാക്കിയേക്കാം. തഥാപി എന്നിരുന്നാലും മിത്രൈഹി സഹ മേ അശനോത്സവം കർത്തും ഭവാൻ മേ ഗോവർഷകം നാഥാത്. കൂട്ടുകാരൊത്ത് ഒരു സദ്യ നടത്തി സന്തോഷിക്കുവാൻ അങ്ങനെയൊരു ആട്ടിൻകുട്ടിയെ പോലും നൽകിയില്ലല്ലോ. ഒരു പരിഭവം പറയുകയാണ് ഇവിടെ മൂത്തപുത്രൻ പിതാവിനോട്. അയാൾ തുടർന്ന് പറയുന്നു, ഒരു അന്തരം നോക്കൂ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്, ഏതൊരുവൻ വേശ്യകളൊത്ത് തവ അർത്ഥം ജഗ്രസേ, അങ്ങയുടെ പണമാണ്, അങ്ങയുടെ പണം മുടിച്ചു കളഞ്ഞുവോ, തദർത്ഥം അവന് വേണ്ടി അങ്ങ് ഗോവത്സകം ദ്രാഗ് അവധീഹി, ഒരു കാളക്കുട്ടിയെ കൊല്ലിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും അതുപോലെ ഇളയവനെയും കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ 2000 വർഷത്തോളമായി ഈ ഉപമ വന്നിട്ട് ഇന്നും നമ്മുടെ മനോഭാവം ജ്യേഷ്ഠൻ്റെ മനോഭാവം തന്നെയല്ലേ. നമ്മൾ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നു, ഒരു മാവും പോയിട്ട് അടിച്ചു പൊളിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് വന്നിട്ട് ഭയങ്കര സ്വീകരണം കൊടുക്കുന്നു. ഇന്നും മനുഷ്യർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഇനിയും വളരാനിരിക്കുന്നുവെന്ന് നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. പിതാവിൻ്റെ ആ വലിയ കാരുണ്യത്തിലേക്കും, അതായത് ആരും നശിച്ചു പോകരുത് എന്നുള്ള അപാരമായിട്ടുള്ള ഒരു കാരുണ്യത്തിലേക്ക് വളർന്നാൽ മാത്രമേ പിതാവിൻ്റെ ആർഗ്യുമെൻ്റ് അല്ലെ പിതാവിൻ്റെ ആ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പിതാവിൻ്റെ ഗുണങ്ങൾ നമ്മൾ കണ്ടു, 3 എണ്ണം കണ്ടു. സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ദീർഘദർശനം കൂടിയുണ്ട്. ഇവ 3ൻ്റെയും ഒരു പ്രതീകമായിട്ട് നമുക്ക് പിതാവിനെ കാണാമെങ്കിൽ നമുക്ക് ഈ മൂത്തപുത്രൻ എന്തിനെയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മൂത്തപുത്രൻ ഒരു സൽഗുണ സമ്പന്നനാണ്. പക്ഷേ എന്തിൻ്റെ അഭാവമാണ് ഇവിടെ മൂത്തപുത്രനെ നയിക്കുന്നത്? എനിക്ക് തോന്നുന്നു അത് സ്നേഹത്തിൻ്റെ അഭാവമാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ്. പിതാവിൻ്റെ വാക്കനുസരിച്ച് നടക്കുന്നവനാണ്, പണം തൊലിച്ചു കളയാത്തവനാണ്, പകലന്തിയോളം പണിയെടുക്കുന്നവനാണ്, പിതാവിനോട് അക്കാലത്തിൽ ഓഹരി ആവശ്യപ്പെടാത്തവനാണ്, അങ്ങനെ പിന്നെ ഈ അസന്മാർഗികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തവനാണ്. ഇതൊക്കെയുണ്ട് ഇളയ പുത്രന്. പക്ഷെ തനിക്കതൊന്നുമില്ല. എങ്കിൽ പോലും എന്തിൻ്റെ അഭാവമാണ് അവിടെ? അപ്പോൾ അതിനുള്ള ഒറ്റ ഉത്തരം എനിക്ക് തോന്നുന്നത് സ്നേഹത്തിൻ്റെ അഭാവമാണ്. ഇളയവനോട് ഒരു നിരുപാധികമായ സ്നേഹമില്ല. ഇവിടെ ഏതൊരുവൻ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലാതെ ഇവിടെ അനിയൻ എന്ന് പോലും പറയുന്നില്ല, സഹോദരൻ എന്ന് പോലും പറയുന്നില്ല.
പരാമർശിക്കുന്നില്ല. ഏതൊരുവൻ വേശ്യകളൊത്ത് കഴിയുവാൻ വേണ്ടി അങ്ങയുടെ പണം അപഹരിച്ചുവോ, അവന് വേണ്ടി അങ്ങ് ഒരു കാളക്കുട്ടിയെ കൊല്ലിച്ചുവല്ലോ. പരിഭവം പറച്ചിലാണ്. അപ്പോൾ പോലും അവിടെ സഹോദരനെ നേരിട്ട് പോലും അയാൾ പരാമർശിക്കുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നേ ഇല്ല ഈ കഥയിലുടനീളം. ഇവിടെ യേശുവിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ സ്വന്തം നല്ല ജീവിതത്തെക്കുറിച്ച് മേനിന്നടിച്ച് നടന്ന ഒരു സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത് പല യഹൂദന്മാരും ഞങ്ങളെത്ര നല്ലതായിട്ട് ജീവിക്കുന്നു, ആ പാപികളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞ് അഹങ്കാരത്തോടെ നടന്നവരെ വിമർശിക്കാനും കൂടെയാണ് വാസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ കറയറ്റ സ്നേഹം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സ്നേഹം, അതിൻ്റെ കുറവാണ് ജ്യേഷ്ഠനുള്ളത്. ഇന്ന് നമുക്കൊക്കെ കുറവ് അത് തന്നെയാണ്. അതെ. അപ്പോൾ അതിനുള്ള പിതാവിൻ്റെ മറുപടി വളരെ രസകരമാണ് കേട്ടോ. അതായത് നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെയല്ലേ കഴിയുന്നത്, എനിക്കുള്ളതെല്ലാം നിനക്കുമുള്ളതല്ലേ, നീ സന്തോഷിച്ചുകൊള്ളൂ, നിനക്ക് വ്യസനിക്കാൻ ഒരു അവകാശവുമില്ല, അതിന് യാതൊരു സാഹചര്യവുമില്ല എന്നാണ്. പിന്നെ തുടർന്ന് താൻ ചെയ്ത ചെയ്തിയെ അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നുണ്ട്. താൻ ചെയ്ത ചെയ്തിക്ക് പിറകിലെ അതിൻ്റെ ഒരു മനോഭാവം വ്യക്തമാക്കുന്നുമുണ്ട്. അതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. തൊട്ടടുത്ത ശ്ലോകത്തിൽ പിതാവ് മകനോട് പറയുന്നു, അങ്ങനെ കോപം കൊണ്ട് ജ്വലിക്കുന്ന മകനോട് പിതാവ് പറയുകയാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്ന് പറയുന്നൊരു ശ്ലോകമാണ്. തതഃ പിതാതം നിജഗാത വത്സ എന്നാരംഭിക്കുന്ന വളരെ മനോഹരമായൊരു പദ്യമാണത്. അതുകൂടി നമുക്ക് അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. തതഃ പിതാ തം നിജഗാത വത്സ ന വർത്തസേ ത്വം സതതം മയാ കിം യദ്യന്മമാസ്തീഹ ധനം തവൈവ തത്സർവമേതേന ഭജസ്വ മോദം. അച്ഛാ, ഇതൊന്ന് വിശദമാക്കിയേക്കാം. തതഃ തുടർന്ന് പിതാ തം നിജഗാത, പിതാവ് അവനോട് പറഞ്ഞു, വത്സ കുഞ്ഞേ എന്നാണ് വിളിച്ചത്. ത്വം സതതം മയാ എന്ന വർത്തസേക്കും, നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെയല്ലേ കഴിയുന്നത്. ഇഹ മമ യത് ധനം അസ്തി തത് സർവം തവ ഏവ, ഇവിടെ എന്തെന്ത് ധനം എന്തെന്ത് സമ്പത്ത് എനിക്കുണ്ടോ അതൊക്കെ നിൻ്റേത് കൂടിയല്ലേ. ഏതേന മോദം ഭജസ്വ, അതുകൊണ്ട് നീ സന്തോഷമായിരിക്കൂ എന്നാണ് പിതാവ് മകനോട് പറയുന്നത്, മൂത്തപുത്രനോട് പറയുന്നത്. തുടർന്ന് താൻ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്, അതായത് ഇളയപുത്രനോട് ഇങ്ങനെ താൻ പ്രവർത്തിച്ചുവല്ലോ, അതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ഈ തുടർന്ന് ചെയ്യുന്നത്. അതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. പെട്ടെന്ന് ഈ കഥ അവസാനിക്കുകയാണ്. അവിടെ അതിനർത്ഥം മൂത്തപുത്രന് അത് മനസ്സിലായി, ഈ പിതാവിൻ്റെ നടപടിയെക്കുറിച്ച് ബോധ്യപ്പെട്ടു എന്ന് വേണമല്ലോ കരുതുവാൻ. അതുകൂടി കാണുമ്പോൾ നമുക്കും ബോധ്യപ്പെടുന്നു. മാത്രമല്ല, പിതാവ് പറയുന്ന ആ ഒരു വാദം ഉണ്ടല്ലോ, അതിനെ നമുക്ക് തകർക്കാൻ പറ്റത്തില്ല. പിതാവ് ഒരു ഹൃദയത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, ഒരു തലച്ചോറും കൊണ്ടുള്ളതല്ല, ഹൃദയത്തിൻ്റെ ഒരു അഗാധമായ ഭാഷയാണ്. അതെ. നമുക്കതുകൂടി ഒന്ന് കാണാൻ വെച്ചാൽ ഹർഷോത്സവ എന്നാരംഭിക്കുന്ന ശ്ലോകമാണ്. അത് നമുക്കായിട്ട് അതുല്യ ആലപിച്ചു തരും. ഹർഷോത്സവ പ്രത്യുതയുജ്യതേദ്യ യതോ മൃതോ ഭൂതവ സോദരോസൗ അയം പുനർജീവിതമാപദൈവാത് ആസീദ്വിനഷ്ട പുനരദ്യ ലബ്ധ. അച്ഛാ, ഇത് കൂടി ഒന്ന് വിശദമാക്കിയേക്കാം. പ്രത്യുത എന്നാണ് ആരംഭിക്കുന്നത്, നേരെ മറിച്ച് ഹർഷോത്സവ അദ്യ യുജ്യത്തെ. ഈ ഹർഷോത്സവം, ഈ സന്തോഷത്തിൻ്റെ ഒരു ഉത്സവം, ആഘോഷം ഇപ്പോൾ ഇണങ്ങുന്നതാണ്, ഇപ്പോൾ ചെയ്യേണ്ടതാണ്, അത് യുക്തമാണ്. അതെന്തെന്നാൽ എന്തെന്നാൽ തവ അസൗ സോദരഹ മൃതഃ ഭൂത്. ഇവിടെ ആദ്യമായിട്ടാണ് സോദരഹ എന്ന വാക്ക് പിതാവ് ഉപയോഗിക്കുന്നത്. നിന്റെ സഹോദരനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ അവനോട് പിതൃത്വം കാണിച്ചുവല്ലോ, ഒരു പിതാവിൻ്റെ സ്നേഹം ഞാൻ കാണിച്ചുവല്ലോ, ഇനി നിന്റെ ഊഴമാണ്, നീ അവനോട് സഹോദര്യം കാണിക്കണം. അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിന്റെ സഹോദരനാണ് വന്നിരിക്കുന്നത്, ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ തവ സഹോദരഹ തവ അസൗ സോദരഹ മൃതഃ ഭൂത്, നിന്റെ സഹോദരൻ മരിച്ചു പോയിരുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ മരിച്ചു പോയിരുന്നുവല്ലോ. നീയും അങ്ങനെ വിചാരിച്ചു, ഞാനും അങ്ങനെ വിചാരിച്ചു കാണും. പക്ഷേ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു, അവൻ വന്നാൽ ഞാൻ അവനെ സ്വീകരിക്കും. അപ്പോൾ അയാൾ തിരിച്ചെത്തിയിരിക്കുന്നു. അയം ദൈവാത് പുനർജീവിതം. അപ്പോൾ അയാൾ ഈ ദൈവകത്തിയ വിധിവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ അയാൾ മരിച്ചിട്ടില്ല,
വിനഷ്ട ആസീത് പുനഃ അദ്യ ലബ്ധ, നഷ്ടപ്പെട്ടിരുന്നു എനിക്കും നിനക്കും. അപ്പോൾ അവിടെ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നുവെന്നല്ലേ അർത്ഥം. അപ്പോൾ നിന്നെ സംബന്ധിച്ച് അയാൾ മരിച്ചു, എന്നെ സംബന്ധിച്ചും മരിച്ചു, പക്ഷേ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നെ സംബന്ധിച്ച് അയാൾ നഷ്ടമായിരുന്നു, നിന്നെ സംബന്ധിച്ചും നഷ്ടമായി, പക്ഷേ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അയാൾ വിനഷ്ടനായിരുന്നു, ഇപ്പോൾ അയാൾ തിരിച്ചു വന്നിരിക്കുന്നു, എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എൻ്റെ ഊഴം കഴിഞ്ഞു, ഇനി നിൻ്റെ ഊഴമാണെന്ന് മട്ടിലല്ലേ സംസാരിക്കുന്നത്. ഞാൻ പിതൃത്വം കാണിച്ചു കഴിഞ്ഞു, നീ നിൻ്റെ സഹോദരനോട് സാഹോദര്യം കാണിക്കും. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വഴിതെറ്റാതിരിക്കുക, വഴിതെറ്റിപ്പോയവരെ തിരിച്ചു വരുന്ന നമ്മൾ പിതാവിനെ പോലെ കാത്തിരിക്കുക എന്നുള്ള മനോഹരമായൊരു സന്ദേശത്തോടെയാണ് വാസ്തവത്തിൽ ഇത് അവസാനിക്കുന്നത്. അതെ, ഇപ്പം നമ്മൾ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പറയുമല്ലോ, അധ്യാപകർ വിദ്യാർത്ഥികളോട് നിങ്ങൾ ഈ ക്യാരക്ടർ സ്റ്റഡി നടത്തുമെന്ന്. ഇതിൽ ഈ കഥ വായിക്കുമ്പോഴെച്ചാൽ ഓരോ വായനയിലും പുതിയ പുതിയ ആശയങ്ങൾ തോന്നിപ്പിക്കുന്ന ഒരു കഥയാണെന്ന് തോന്നുന്നു. കഥകളുടെ കഥ എന്ന് നമുക്ക് പറയാം. ഒരു കഥ എങ്ങനെ പറയണം, അതിനുള്ള ഒരു ഒന്നാം തരം ദർശനമായിട്ട് നമുക്ക് ഈ കഥ എടുക്കാമെന്ന്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ദൈവത്തെക്കുറിച്ചൊരു വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. അതങ്ങനെ ദൈവശാസ്ത്രപരമായിട്ട് വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ഉപമയാണിത്. അതെ അതെ അതെ. ഈ ദൈവപുത്രൻ ഈ കഥ പറഞ്ഞു കേട്ടപ്പോൾ ശിഷ്യന്മാരും എല്ലാ ജനങ്ങളും അവർ ആനന്ദമഗ്നരായി ഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്യ സാറ് ഈ ഒരു കഥാഭാഗം അവസാനിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഥാമിമാം അതൊരു ഉപസംഹാരമാണ്. അതോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അതായത് ഈ കഥ കേട്ടപ്പോൾ ആർക്കും ഒരു സംശയമില്ല എന്തേ ഇങ്ങനെ എന്നാരും ചോദിച്ചില്ല. എല്ലാവർക്കും ഈ കഥ ബോധ്യപ്പെട്ടു. അതിലെ ഓരോ കഥാപാത്രവും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതുവാൻ. അപ്പോൾ ഇവിടെ 3 കഥാപാത്രങ്ങളെ ഉള്ളൂ അല്ലേ അച്ഛാ? ബാക്കി സേവകന്മാരൊക്കെ ഈ വന്നു പോകുന്ന ആൾക്കാരാണ്, അവർക്ക് പ്രസക്തിയില്ല. ഈ 3 പേരും 3 ഉജ്ജ്വലമായ കഥാപാത്രങ്ങളാണ്. അപ്പോൾ പിതാവ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ പിതാവിനെ നമ്മൾ കാണേണ്ടത്. ആ 3 ഗുണങ്ങൾ ഏതൊരു വായനക്കാരനും അനുഭവപ്പെടുമല്ലോ. അതായത് സ്നേഹം, കാരുണ്യം, ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണമാണ് മകനെ വിളിച്ചുപദേശിക്കാഞ്ഞത്. അതിന് പിറകിൽ ദീർഘവീക്ഷണമാണ്. അപ്പോൾ പ്രതീക്ഷയോടെ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുകയാണ് പിതാവ്. അപ്പോൾ സ്നേഹവും കാരുണ്യവും അതുപോലെ ദീർഘവീക്ഷണവുമുള്ള പിതാവ്. ഇളയ മകനാണെങ്കിൽ ഇങ്ങനെ വഴിപിഴച്ചു പോയി മുടിയനായ പുത്രൻ എന്നുകൂടി ഇതിന് പേരുണ്ടല്ലോ. അപ്പോൾ അവിടെ അയാൾ തിരിച്ചു കൊണ്ടുവരുന്നത് പിതാവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം ബോധ്യമായപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. അവിടെ മാനസാന്തരപ്പെട്ടേ മതിയാകൂ. മകൻ മാനസാന്തരപ്പെടുന്നു. ആ മാനസാന്തരപ്പെടലാണ് അവിടെ പിതാവിന് മകൻ നൽകുന്ന ഒരു ദക്ഷിണ, തന്നെ തിരിച്ചെടുക്കാൻ നൽകുന്ന ഒരു ദക്ഷിണയായിട്ട് നമുക്ക് തന്നെ കാണാമെന്ന് തോന്നുന്നു. ഈ മാനസാന്തരത്തിന് 2 കാരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, അവന് അനുഭവപ്പെട്ട ഭയങ്കര കൊടിയ ദാരിദ്ര്യം, വിശപ്പ്, അമിതമായ, അതായത് പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിക്കാനായിട്ട് കൊടും വിശപ്പ്. അത് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഭീകരമായ ഈ സേവകൻ എന്ന് പറയാൻ അയാളുടെ നാവ് പൊന്തുന്നില്ല. പിതാവ് മകൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് വെച്ച് അവിടെ വെച്ച് അവൻ്റെ സംസാരം മുറിച്ചുകൊണ്ട് തൻ്റെ സേവകന്മാരെ വിളിച്ച് അവനെ ആദരിക്കാൻ ആവശ്യപ്പെടുന്നു. വളരെ മനോഹരമായിട്ട് ദേവസ്യ സാറ് ആ പദ്യം നിബന്ധിച്ചിട്ടുണ്ട്. ഈ 2 ഭാവവും നമുക്കിതിലൂടെ വ്യക്തമാകും. അതായത് താൻ പരിശീലിച്ചു വന്നതാണ്, എനിക്ക് അങ്ങയുടെ സേവകനായാൽ മതി എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം പിതാവ് അങ്ങോട്ട് വന്ന് തന്നെ ആലിംഗനം ചെയ്യുന്നു, തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നപ്പോൾ സേവകനായി എടുക്കൂ എന്ന് താൻ പരിശീലിച്ച സംഗതി പറയാൻ ഒക്കുന്നില്ല. ഇനി പിതാവിൻ്റെ ഭാഗം നോക്കാം. അങ്ങനെ എങ്ങാനും പറഞ്ഞു പോകുമോ എന്ന മട്ടിലാണ് പിതാവിൻ്റെ പെരുമാറ്റം. അയാൾ അപ്പോൾ തന്നെ സേവകന്മാരെ വിളിച്ച് നീ എൻ്റെ സേവകനല്ല എന്ന് വാഗൊണ്ടല്ല പറയുന്നത്, ആ ആദരവിലൂടെ അവനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നീ എൻ്റെ മകനാണ്. അപ്പോൾ അവിടെ മനസാന്തരപ്പെടലാണ് അയാൾ നൽകുന്ന കൂലി ഈ സ്നേഹത്തിന്. അതുപോലെ പിന്നെ 3ാമത്തെ മകൻ, അതായത് 3ാമത്തെ കഥാപാത്രം, അതായത് ഈ മൂത്തപുത്രൻ സൽഗുണ സമ്പന്നനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, പകലന്തിയോളം പണിയെടുക്കുന്നവനാണ്, കർമ്മനിരതനാണ്, പിതാവിൻ്റെ ആദേശം അനുസരിച്ച് ജീവിക്കുന്നവനാണ്, പിതാവിനോട് അകാലത്തിൽ ഓഹരി ആവശ്യപ്പെടാത്തവനാണ്, ഈ വേശ്യാസമ്പർക്കം അത്തരം ഒരു അസാൻമാർഗിക പ്രവൃത്തിയിലും ഏർപ്പെടാത്തവനാണ്, സൽഗുണസമ്പന്നനാണ്. പക്ഷേ ഒന്നു മാത്രമില്ല എങ്കിൽ അതെന്താണ്? സ്നേഹമെന്ന വികാരമില്ല. ഈ സ്നേഹമെന്ന വികാരം അതിലാണ് എല്ലാ ഗുണങ്ങളും
പടുത്തുയർത്തപ്പെടുന്നത്. ഈ സ്നേഹം എന്ന വികാരം, സ്നേഹമെന്ന ഗുണമില്ലെങ്കിൽ മറ്റെന്ത് ഗുണം ഉണ്ടായിട്ടും എന്തു കാര്യം? ഇത് തന്നെയാണ് പൗലോസ്ലിഹ പറയുന്നത്. സാറ് അത് വായിച്ചിട്ട് പറയുന്നതായിരിക്കുകയല്ല, എങ്കിലും അതെ അതെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് പൗലോസ്ലിഹ. അതെ, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമല്ലോ. അത് ഒരു വലിയൊരു സത്യമാണ്, അതൊരു പ്രാപഞ്ചിക സത്യമാണ്. നമ്മുടെ ഒരു കവി പാടിയല്ലോ, ഈ സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ഈ ഭൂമിയിലെ അഖിലമായ സാരം അത് സ്നേഹമാണ്, മറ്റൊന്നുമില്ല. ആ സ്നേഹത്തിൻ്റെ അഭാവമാണ് നമ്മൾ ഈ മൂത്തപുത്രനിൽ കാണുന്ന ദോഷം. ആ ഒറ്റ ദോഷമേ ഉള്ളൂ. ആ ദോഷം ബാക്കി എല്ലാ ഗുണങ്ങളെയും വിഴുങ്ങി കളയുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ കഥകളുടെ കഥ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ഒരു പ്രയോഗം എനിക്ക് കിട്ടിയത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം അറിയപ്പെടുന്നത്. അതിൽ പ്രതിപാദിക്കുന്ന ഈശോ പറയുന്ന ഈ കഥ കഥകളുടെ കഥയാണ്. ഒരു കഥ എങ്ങനെ പറയണം എന്ന് നമുക്ക് അതും കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഓരോ വായനയിലും പുത്തൻ പുത്തൻ ആശയങ്ങൾ നമ്മുടെ മനസ്സിലും ആത്മാവിലുമൊക്കെ ദ്യോതിപ്പിക്കുന്ന ഈ കഥ ദേവസ്യ സാർ വളരെ മനോഹരമായിട്ടാണ് നമ്മൾ അതിലെ ഒരു പദ്യം പോലും വിട്ടുപോകാതെ നമ്മൾ അത് അതുല്യ ആലപിച്ചതെന്നും നമ്മളത് ചർച്ചയ്ക്ക് വിധേയമാക്കി. ഇതുവരെ നമ്മൾ ഒരു എപ്പിസോഡിലും ഒരു പദ്യം പോലും വിട്ടുപോകാതെ ഒരു സർഗത്തിലെ ഒരു സംഭവത്തെ വിവരിക്കുന്ന എല്ലാ പദ്യങ്ങളും നമ്മൾ കൃത്യമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതിനെ വിശദീകരിക്കുകയും അർത്ഥതലങ്ങൾ കണ്ടെത്തി പറയുകയും ചെയ്ത മറ്റൊരു എപ്പിസോഡില്ല. ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ കഥ ദേവസ്യ സാർ വളരെ മനോഹരമായിട്ട് ദുർവ്യയിനഹാസുതസ്യ കഥ എന്ന പേരിൽ ഈ സർഗത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നൊരു കഥ കൂടിയുണ്ട്, നമുക്കത് വഴിയെ കാണാം. അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.